സങ്കീർത്തനങ്ങൾ 138 അധ്യായം അതിൻ്റെ 7ഉം 8ഉം വാക്യങ്ങളാണ് നിങ്ങളുടെ ചിന്തയിലേക്ക് തന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. സങ്കീർത്തനങ്ങൾ 138 അധ്യായം അതിൻ്റെ 7ഉം 8ഉം. 7ാം വാക്യം ഇങ്ങനെ പറയുന്നത്: ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനു നേരെ നീ കൈനീട്ടും. നിൻ്റെ വലം കൈ എന്നെ രക്ഷിക്കും. എന്നിട്ട് 8ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്: യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവേ, നിൻ്റെ ദയ എന്നേക്കുമുള്ളത്. തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുത്. അവിടെ ആ 7ഉം 8ഉം വാക്യങ്ങളിൽ നിഴലിച്ചു നിൽക്കുന്ന ഒരു വേട് യഹോവയുടെ കരത്തെക്കുറിച്ചാണ്. ഈ വർഷത്തെ നമ്മളുടെ പ്രോമിസ് യഹോവയുടെ കരമാണല്ലോ. ദൈവത്തിൻ്റെ ദയ ഉള്ള കരം എനിക്ക് അനുകൂലമായിരുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ 7ാം വാക്യത്തിൽ നിൻ്റെ വലം കൈ എന്നെ രക്ഷിക്കും, നിൻ്റെ കൈ നീട്ടും. 8ാം വാക്യത്തിൽ തൃക്കൈകളുടെ പ്രവൃത്തിയെ ഉപേക്ഷിക്കരുത്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് പങ്കുവെക്കാൻ ഈ 8ാം വാക്യത്തിൻ്റെ ആരംഭമാണ് ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ആമേ, എൻ്റെ കൂടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒന്ന് ചേർന്ന് പറയാമോ? യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. യഹോവ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി സമാപ്തി വരുത്തുന്ന അല്ലെങ്കിൽ പൂർത്തീകരിക്കുന്ന ഒരു ദൈവമാണ്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. അവൻ സമാപ്തി വരുത്തുന്ന ദൈവമാണ്. ഹീ ഈസ് ദ ബിഗിനിങ് ആൻഡ് ഹീ ഈസ് ദ എൻഡ്. ചിലതിൻ്റെ ആരംഭങ്ങൾ കണ്ടു, എന്നാൽ അതിൻ്റെ പൂർത്തീകരണം കാണാതെ ഭാരപ്പെടുന്ന ചിലർ ഇന്ന് ഈ മോർണിംഗ് ഡിവോഷനിൽ അറ്റൻഡ് ചെയ്യുന്നു എന്ന് ദൈവാത്മാവിനാൽ ഞാൻ ഗ്രഹിക്കുന്നു. നിങ്ങളോട് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു: നിങ്ങൾക്ക് പൂർത്തി വരുത്തി തരുന്ന, നിങ്ങളുടെ വിഷയങ്ങൾ ഡിലേ ആയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് സമാപ്തി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു. അവൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. ഹീ ഈസ് ദ ബിഗിനിങ് ആൻഡ് എൻഡ്. ആമേൻ, സ്വത്രം. ഇങ്ങനെയാണ് വചനം പറയുന്നത്: ദ ലോർഡ് വിൽ വിൻഡിക്കേറ്റ് മീ. ആമേൻ, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു പൂർത്തീകരണം വരുത്തും. എൻ്റെ കർത്താവ് എൻ്റെ വിഷയത്തിൽ ഒരു സമാപ്തി വരുത്തും. ഇന്ന് പകലിൽ എത്ര പേർക്ക് അത് വിശ്വസിക്കുവാൻ കഴിയും? അവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ ആ കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പറഞ്ഞേ: യെസ്, ഞാൻ ഈ വചനം വിശ്വസിക്കുന്നു. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. നാളുകളായി നിനക്ക് ആ രോഗമില്ല എന്ന നോർമൽ റിപ്പോർട്ടിന് വേണ്ടി നീ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു: അതെ, എൻ്റെ ദൈവം ഒരു പൂർത്തീകരണം, നിൻ്റെ വിഷയത്തിൽ ഒരു പൂർത്തീകരണം. മാതാവേ, ഒരുപക്ഷെ നിന്റെ തലമുറയുടെ സ്തോത്രം ജോലി മേഖലയിലാകട്ടെ, ആ മോളുടെ വിവാഹത്തിൻ്റെ വിഷയത്തിലാകട്ടെ, നാളുകളായി ഒരു പൂർത്തീകരണമില്ലാതെ പലതും വന്നു കണ്ടു പോയി വന്നു പോയി, പല ഇൻ്റർവ്യൂകൾ നീ അറ്റൻഡ് ചെയ്ത് നിൽക്കുന്നു. ഒന്നും ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തുന്നില്ല എങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുക: യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. അതെ, നിന്റെ വിഷയത്തിൽ ഒരു പൂർത്തീകരണം വരുത്തുന്ന, നീ ഭാരപ്പെടുന്ന വിഷയത്തിൽ ഒരു യേശുവിൻ്റെ നാമത്തിൽ ഞാനിത് പറയുമ്പോൾ നീ അനുഭവിക്കുന്നത് ഒരു ലാൻഡിൻ്റെ വിഷയത്തിൻ്റെ ക്രയവിക്രയത്തിൻ്റെ കാര്യത്തിലായിരിക്കും. നാളുകളായി ഒരുപക്ഷെ പലയിടങ്ങൾ കയറി ഇറങ്ങി ഒരു നീതി നിനക്ക് ലഭ്യമാകാതെ ഡിലേ ആയിക്കൊണ്ടിരിക്കുന്ന ആ വിഷയങ്ങൾ, സ്തോത്രം, ആ വിഷയങ്ങൾക്കകത്ത് വിശ്വസിക്കാൻ കഴിയുമോ? എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരു പൂർത്തി സമാപ്തി വരുത്തോ. ഇന്ന് പകൽ ഈ വചനം ചില കുടുംബങ്ങൾക്കകത്ത് ആഴത്തിൽ ഇറങ്ങട്ടെ. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സമാപ്തി വരുത്തോ. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു പൂർത്തീകരണം, ഒരു ഫിനിഷിങ്. ഞാൻ തുടങ്ങിയ കാര്യങ്ങൾ, ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയ കാര്യങ്ങൾ, സംസാരിച്ചു വെച്ച കാര്യങ്ങൾ, അത് ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നത് നിൻ്റെ നിൻ്റെ പ്രോസസ്സുകളാകാം. നിൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിലോ, നിൻ്റെ ജോലിയോടുള്ള ബന്ധത്തിലോ, നിൻ്റെ വർക്കുകൾ, നിൻ്റെ സ്വന്തം പേപ്പറുകൾ, ആ പ്രോസസ്സുകൾ ഡിലേ ആണോ? കർത്താവ് പറയുന്നു: അവനൊരു സമാപ്തി നിനക്ക് വരുത്തി തരുമോ? അതെ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും.
ആമേൻ. എൻ്റെ കൂടെ എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? എൻ്റെ ദൈവം എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ആമേൻ. നാം സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ആമേൻ, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ 7ഉം 8ഉം വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? അതിൻ്റെ ആൻസർ 8-ാം വാക്യത്തിൽ പറയുന്നു: വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ ഭാഗം നാം വായിക്കുമ്പോൾ നമുക്കറിയാം, ഒരു സ്ത്രീ ഒരു ന്യായാധിപൻ്റെ അടുക്കൽ വന്ന് അവൾക്ക് നീതി നടത്തി കൊടുക്കണം ആമേ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അദ്ദേഹം പലപ്പോഴും അതിന് ഡിലേ വെച്ച് മുൻപോട്ട് പോകുന്നു. കുറേ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു എന്നാണ് 4-ാം വാക്യത്തിൽ വായിക്കുന്നത്. ആമേൻ, സ്തോത്രം. അവന് കുറേ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല, എങ്കിലും വിധവ എന്നെ അസഖ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ഇന്ന് പകലിൽ കർത്താവ് പറയുന്നു, നിന്റെ നാളുകളായി ഡിലേ ആയിക്കൊണ്ടിരുന്ന ഏതോ വിഷയത്തിൽ എൻ്റെ ദൈവം പ്രതിക്രിയ നടത്തി രക്ഷിക്കാൻ പോവുക. അതാണ് 138-ാം സങ്കീർത്തനത്തിൽ നാം വായിച്ചത്: യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. നിനക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി. ഹല്ലേലൂയ, സ്തോത്ര. ബലവാനും ബലഹീനനും തമ്മിൽ ഒരു കാര്യമുണ്ടായാൽ ആമേൻ, നിന്റെ കൂടെ നിൽക്കാൻ ആരുമില്ലായിരിക്കാം, പക്ഷേ ആമേൻ, സ്തോത്രം, നിനക്ക് പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്ന, നിന്റെ വിഷയത്തിൽ ഒരു സമാപ്തി തന്ന് നിന്നെ നടത്തുന്ന, ആമേൻ, ഡിലേ ആയിക്കൊണ്ടിരിക്കുന്ന ഏതോ വിഷയത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിന്റെ വിഷയത്തെ തീർത്തു തരുന്ന ആമേൻ, സ്വർഗീയ കരം, എൻ്റെ ദൈവത്തിൻ്റെ കരം അങ്ങനെ നിന്റെ വിഷയത്തിനകത്ത് ചലിക്കും. ആമേൻ. ഇന്ന് പകൽ എത്ര പേർ അത് വിശ്വസിക്കുന്നു? അതേ, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. നമ്മുടെ ദൈവം നമ്മളുടെ ചില വിഷയങ്ങൾക്ക് ഒരു സമാപ്തി, ഒരു പൂർത്തീകരണം തന്ന് നമ്മളെ മാനിക്കുന്ന ആമേ ദൈവമാണ്. ആമേ, കരങ്ങൾ ഉയർത്തി ആമേ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേ, എൻ്റെ യേശു കർത്താവ് ആമേ സകലവും പൂർത്തീകരിച്ച ദൈവമാണ്. ഒരു തീർപ്പ് ആമേൻ ഫിനിഷ് ചെയ്ത ദൈവമാണ് യേശു കർത്താവ്. കാൽവറിയിൽ ആമേ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: സകലവും നിവൃത്തിയായി. സകലവും നിവൃത്തിയായി. ശകല നിവൃത്തിയായി എന്നല്ല, സകലവും നിവൃത്തിയായി. അപ്പൊ സകലവും പൂർത്തീകരിച്ച, സകലത്തിനും സമാപ്തി വരുത്തിയ ആ സകലവും എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായോ? പിതാക്കന്മാർ അവരോട് ദൈവം തൻ്റെ പ്രവാചകന്മാരിലൂടെ ഏതൊക്കെ വാഗ്ദത്തങ്ങൾ പറഞ്ഞോ, ആ വാഗ്ദത്തങ്ങളെല്ലാം ആമേ മശിഹയെക്കുറിച്ച്, യേശുവിനെക്കുറിച്ച് എന്തൊക്കെ പ്രവാചകന്മാരിലൂടെ പറഞ്ഞോ, അദ്ദേഹം എങ്ങനെ ജനിക്കുമെന്നും, എന്ത് കഷ്ടമനുഭവിക്കുമെന്നും, ഏത് സാഹചര്യങ്ങളിലൂടെ പോകേണ്ടി വരുമെന്നും, എങ്ങനെ ഉയർക്കുമെന്നും എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം ആമേൻ, സ്തോത്രം, അതിനെല്ലാം സമാപ്തി വരുത്തിയ, നിവർത്തീകരിച്ച ദൈവമാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അതുകൊണ്ട് വിശ്വസിക്കുക, നിന്റെ വിഷയത്തിലും ഏറെ നാൾ ഡിലേ നടക്കത്തില്ല, ഒരു സമാപ്തി വെളിപ്പെടാൻ പോകുന്നു. ആമേൻ. ഒരു പൂർത്തീകരണം ആമേൻ എൻ്റെ കർത്താവ് തരാൻ പോകുന്നു. കണ്ണുകൾ അടച്ച് യേശുവിൻ്റെ നാമത്തിൽ വീണ്ടും ആമേൻ ഒന്ന് സ്തോത്രം ചെയ്ത് ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒന്ന് അതരം തുറന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിപ്പാൻ കഴിയുന്നവർ ഒന്ന് പ്രാർത്ഥിച്ച് നിന്റെ വിഷയത്തിൽ ആമേ ഒരു പൂർത്തീകരണം. ആമേ, റെഡ് സിഗ്നൽ കടന്ന ഇടത്ത് റെഡ് സിഗ്നൽ മാറി ഒരു ഗ്രീൻ സിഗ്നൽ വെളിപ്പെട്ടു വരുന്നത് പോലെ അധികാര ജഗൽപ്രൗഢ റമനഘടകരഗതിയാല് നിന്റെ വിഷയത്തിൽ ഒരു പൂർത്തീകരണം. ആമേ, ഡിലേ ആക്കി വെച്ച് ആമേ പേപ്പറുകൾക്കകത്ത് ഒരു മൂവ്മെന്റ്, ആമേ ചില പൂർത്തീകരണങ്ങൾ ആമേ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ജനത്തിൻ്റെ മേൽ അത് വെളിപ്പെടുന്നല്ലോ. ഞങ്ങൾ നന്ദി പറയുന്നു. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് തന്ന നല്ല വചനത്തിനായി സ്തോത്രം, വാഗ്ദത്ത വചനത്തിനായി സ്തോത്രം. ഞങ്ങളതിനെ വിശ്വസിക്കുന്നു. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി എന്നെ രക്ഷിക്കും. ആ ഡിലേകൾ മാറും. ഞാനും ആമേ ഒരു പുതിയ പാട്ട് പാടും. നിന്റെ ജനത്തെ അങ്ങനെ ആശ്വസിപ്പിച്ച് വചനത്താൽ ബലപ്പെടുത്തി ആമേൻ ധൈര്യം നൽകുന്നതോർത്ത് സ്തോത്രം. ദൈവപ്രവൃത്തിയാകട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. താങ്ക് യു.